അപ്പം ചെങ്ങായിമാരെ ഇന്ന് രാവിലെ തന്നെ കുളിച്ചു മാറ്റി പണിക്കോ ഒരുങ്ങിയാണ്. ചൂട് പറഞ്ഞുകൊണ്ട് ഇതിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല സുഖമുണ്ട്. ഇവിടെ പിന്നെ ഇഞ്ചേക്കല്ലാത്ത എല്ലാവരുടെ കാറുണ്ട്. പൊന്നാനി ഹാർബറിൽ മത്തി അടിക്കിയ മാതിരിയാണ് ഇവിടെയൊക്കെ കാറുകളുള്ളത്. കാറുകൾ തട്ടിത്തടഞ്ഞ് മനസ്സിൽ നടക്കാൻ പറ്റുക. അതൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലെത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. ഇന്ന് ചായ ഒറ്റക്കല്ല വാങ്ങിയത്, ചായൻ്റെ ഒപ്പം ഒരു ലഡുവും വാങ്ങി. ചായ അവിടെ വണ്ടിയിൽ വെച്ച് ഞാൻ ലഡു തിന്നാലോ എന്ന് എഴുതിയാണ്ട് നിന്നു. അതിന് വേണ്ടി ലഡു എടുത്തു. നമ്മളെ നാട്ടിലത്തെ ലഡുവിൻ്റെ മാതിരിയല്ലടാ, ഈ ലഡുവിനൊക്കെ ഭയങ്കര ടേസ്റ്റ്. ആരെങ്കിലും വരുമ്പത്തിന് ലഡു വേഗം പള്ളിയിലാക്കാലോ എന്ന് എഴുതിയാണ്ട് ഞാൻ നിന്നു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ആ സാധനം എങ്ങാനും ഇഞ്ച ലഡുമക്ക് വീണിക്കണമെങ്കിലോ, ന്യൂട്ടൻ്റെ തലേക്ക് ആപ്പിളാണ് വീണത്, ഇഞ്ച തലേക്ക് ഷെഡ്ഡി വീണിക്കണമെങ്കിലോ. അത് വീണിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ മാനത്തേക്ക് നോക്കി ഇവിടെ നിൽക്കണത്. ഞാൻ നേരെ വണ്ടീൻ്റെ അടുത്ത് പോയി. വണ്ടിയിലാണെങ്കിൽ ഡ്രൈവറും കിളിയും മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. ഈ കാണുന്ന ബുർജ് ഖലീഫൻ്റെ അത്ര പൊക്കല്ലാണ് ഇഞ്ച ബിൽഡിങ്. അതിലാ ഏറ്റവും മേലെ കാണാനാണ് ഇഞ്ച വര. പിന്നെ ഈ മുഖം കാണിക്കാൻ പറ്റാത്ത വ്യക്തിയൊക്കെ നേരത്തെ വന്നിക്കണമെന്ന്. ഓല് രണ്ടാളും കൂടി മറ്റവൻ്റെ മൊബൈൽ കച്ചവടമാക്കല്ല പരിപാടിയാണ്. അങ്ങനെ ഓരോരുത്തരായി വണ്ടി കയറി തുടങ്ങി. എങ്ങനെ നോക്കിയിട്ടും ഒരുത്തനെ മാത്രം കാണാനല്ല. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവില്ല നേരം വൈകി വരുന്ന കുട്ടി. അവസാന ബെല്ലടിച്ചാലേ മൂപ്പര് ക്ലാസ് കയറുള്ളൂ. അങ്ങനെ ഒരു കുട്ടിയാണ് ഇപ്പോൾ ഈ വന്ന് ഇവിടെ ഇരുന്നത്. എല്ലാവരും കയറിയപ്പോൾ ബെല്ലടിച്ചു. ബെല്ലടി കേട്ടപ്പോൾ ഡ്രൈവർ വണ്ടി എടുത്തു. കുറച്ചെത്തിയപ്പോൾ വണ്ടി ബ്ലോക്ക് കുടുങ്ങി. വണ്ടിക്ക് ചിറകില്ലാത്തതുകൊണ്ട് പറക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് വണ്ടി അവിടെ തന്നെ കുടുങ്ങി. പിന്നെന്തായി, ഞങ്ങളെ കമ്പനിയിലെത്തി. എല്ലാവരും പണിയെടുക്കാനുള്ള ഉഷാറിൽ ആവേശത്തോടെ ഇറങ്ങി. ഞങ്ങളൊക്കെ പോയതിന് ശേഷം ഒരാൾ മാത്രം ബാക്കിയായത് ആരുമല്ല, ഇവൻ തന്നെ. അപ്പോൾ പിന്നെ കാണാടാ ബൈ.